ഇന്നലെയായിരുന്നു ഇന്ദിരാഗാന്ധിജിയുടെ ഓർമ്മ ദിവസം. ഇന്ദിരാഗാന്ധിജിയെ എല്ലാവരുമൊക്കെ അനുസ്മരിക്കുകയുമൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ആ അനുസ്മരണത്തിലേക്കല്ല പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത വേറൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനം ഭരിച്ച ഒരു മന്ത്രിയുടെ വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: അതായത് ആന്റണി രാജുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന് ഹൈക്കോടതി. അതായത് കേരളത്തിൻ്റെ മന്ത്രിയായി വിവിധ വകുപ്പുകളെ ഭരിച്ച, കൂടാതെ MLA ആയിരിക്കുന്ന ആന്റണി രാജുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പം ഞാൻ ആ വാർത്ത വായിച്ച് നോക്കിയപ്പോൾ അതിൽ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു പഴയ മാധ്യമപ്രവർത്തകൻ്റെ പേര് വായിച്ചു. പഴയ മാധ്യമപ്രവർത്തകനല്ല, അദ്ദേഹം പുതിയ മാധ്യമപ്രവർത്തകനായി മീഡിയ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഒരിടത്തുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഓർക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2-3 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൊണ്ട്, ഒരു സ്റ്റാൻഡ് കൊണ്ട്, ഒരു ധാർമ്മികതയുടെയും ശരിയുടെയും പക്ഷത്തുറച്ചു നിന്നതുകൊണ്ട് ശോഭ എന്ന് പറയുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിച്ച ആ സംഭവം ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മനോരമയിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കണ്ടാണ് ഞാൻ പിന്നെ ആ വാർത്തയിലേക്ക് കൂടുതൽ ചെകഞ്ഞു പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു തലക്കെട്ട്, ജട്ടിക്കുമുണ്ടൊരു കഥ പറയാൻ എന്നാണ്. അത് ഇന്ദിരാഗാന്ധിയെ ഓർക്കാൻ കാര്യം, കല്ലിനുമുണ്ടൊരു കഥ പറയാൻ എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ടല്ലോ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾക്കകത്ത്. അതുപോലെ കേരളത്തിൽ ഒരു ജട്ടിക്കുമുണ്ടൊരു കഥ പറയാൻ എന്ന് മാത്രമല്ല, സാധാരണ ഏത് തയ്യക്കാരും കേരളത്തിൽ പാൻറ്റ് ഇറക്കം കുറയ്ക്കുക, ഉടുപ്പ് ഇറക്കം കുറയ്ക്കുക, ബ്ലൗസ് ശരിയാക്കുക, ചുരിദാർ ശരിയാക്കുക ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ജട്ടി ചെറുതാക്കിയ മലയാള ചരിത്രത്തിലെ ഏക സംഭവവും ആദ്യ സംഭവവും ആന്റണി രാജു സാറിന് അവകാശപ്പെട്ടതാണ്. ആ ജട്ടിയിൽ കയറി പിടിച്ചതാകട്ടെ അനിൽ ഇമ്മാനുവലും. ആ പിടിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 പിടിയായിരുന്നു. പിന്നെ ആ പിടിയിൽ നിന്ന് അനിൽ ഇമ്മാനുവൽ വിട്ടതേയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ജട്ടി ഒന്ന് ചെറുതാക്കിയതിന് എന്തിനാണ് അനിൽ ഇമ്മാനുവൽ ഇങ്ങനെ പിടിച്ചതെന്ന്? അത് പിടിച്ചത് വേറൊന്നിനുമല്ല, ആ ജട്ടിക്കകത്ത് വെച്ച് കോടിക്കണക്കിന് രൂപ വിലയുള്ള മയക്കുമരുന്ന് ഒരു വിദേശിയിൽ നിന്ന് പിടിച്ചിരുന്നു. ആ വിദേശിയിൽ നിന്ന് ഈ മയക്കുമരുന്ന് പിടിച്ചതിൻ്റെ തൊണ്ടിയായിരുന്നു ഈ ജട്ടി. ഈ തൊണ്ടി കോടതിയിലുണ്ടായിരുന്നു. ആ മയക്കുമരുന്ന് പിടിച്ച പ്രതിക്ക് വേണ്ടി ഹാജരായത് സാക്ഷാൽ ആന്റണി രാജു സാറായിരുന്നു. സത്യമത വിശ്വാസിയാണ്. മുസ്ലിങ്ങളെപ്പോലെ വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്, ബൈബിളിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവും കാണാതെ വന്നപ്പോൾ 50 വയസ്സുള്ള ആളിൻ്റെ ജട്ടി 5 വയസ്സുകാരൻ്റെ സൈസാക്കിയാൽ ഇത് അയാൾ ഇട്ടുകൊണ്ട് വന്ന ജട്ടിയല്ല എന്ന് എളുപ്പം പറയാം. പണ്ട് കാലത്ത് ഈ പല വീടുകളിലും പല പ്രവർത്തനങ്ങളുമൊക്കെയായി പോകുന്ന ഈ ഭർത്താക്കന്മാരെ പിടിക്കാൻ ഭാര്യമാർ പോകുമ്പോൾ വീടിൻ്റെ പുറത്തു നിന്ന് ചിലപ്പോൾ ചെരുപ്പ്, വടി, ജട്ടി ഒക്കെ പിടിച്ച ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തെളിവിനായി പിടിച്ച ജട്ടി ആ കോടതിയിലെ ചിലരുമായി ചേർന്ന് എൻ്റെ ആന്റണി രാജു സാറ് അതിൻ്റെ സൈസ് ചെറുതാക്കി എന്നുള്ളതാണ് കേസ്. ആ കേസ് ഇങ്ങനെ ചർച്ചയായി അതങ്ങ് അവസാനിക്കാൻ കാരണം പ്രതി ആന്റണി രാജു സാറാണല്ലോ അതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ ഈ പറയുന്ന നൈജീരിയക്കാരനാണ്. ഇതിൽ വേറെ എരിവിനും പുളിക്കും ഒന്നുമുള്ള സ്കോപ്പില്ലല്ലോ. ആ ജട്ടി പച്ച ജട്ടിയായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായേനെ. അത് പാകിസ്ഥാനിൽ വന്ന ജട്ടിയാണോ എന്നൊക്കെ അന്വേഷിച്ചേനെ. അപ്പം നിങ്ങൾ വിചാരിക്കും, അന്ന് ഈ പറഞ്ഞതുപോലെ മോഡിജി അല്ലല്ലോ, ഞങ്ങളുടെ UPA ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് ആകുന്ന മതേതര ജികളാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും പച്ച ജട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അന്നത്തെ കാലത്തെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ചാരക്കേസ് ഭരിക്കുമ്പം UPA സർക്കാരും സാക്ഷാൽ നരസിംഹറാവു ആനന്ദജിയൊക്കെ അല്ലായിരുന്നു. അന്നും ഈ പറഞ്ഞതുപോലെ ആ ജട്ടിയുടെ നിറം കണ്ടപ്പോഴല്ലേ അതിനൊരു ഒരു 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 ചാരമണം ഒക്കെ വന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ അന്നേ ഉണ്ടായിരുന്നു. നമ്മുടെ നമ്പിനാരായണൻ സാറിൻ്റെ ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്, നിനക്ക് എവിടെയെങ്കിലും ഒരു പച്ച ജട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞ് ഇടിച്ച കഥ. അപ്പോൾ ഇത് പച്ച ജട്ടിയല്ല. എന്തായാലും ആ ജട്ടിയുടെ അളവ് ചെറുതാക്കി വെച്ചിരുന്നത് ഇങ്ങനെ മങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന വിലക്കെടുക്കാനാവാത്ത, നട്ടല് പണയം വെക്കാത്ത, നിലപാടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ രംഗത്ത് വന്ന് ഇതിനെക്കുറിച്ചൊരു വിവരാവകാശം കൊടുത്തിട്ട് രക്ഷയില്ല. പുള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി, നെടുമങ്ങാടോ എങ്ങാണ്ടാണ്. അവിടെ ചെന്നപ്പം അവരെല്ലാവരും അത്ഭുതപ്പെടുന്നു, ഇതെന്തിനാ തിരക്കി വന്നതെന്ന്. കാരണം ജട്ടി ഒരു നിസ്സാര ജട്ടിയല്ല. കാരണം ആ കേസ് എന്തായി എന്നറിയാനാ പ്രതിയെ വെറുതെ വിട്ടു, ആ ജട്ടി അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നപ്പോൾ ജട്ടിയുണ്ട്. അപ്പോൾ ഈ ജട്ടി തേടി വന്ന ആളിനെ കണ്ട് വല്ലാതെ അങ്ങ് അസ്ത്രപ്രജ്ഞരായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മജിസ്ട്രേറ്റിനെയോ എങ്ങാണ്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ മജിസ്ട്രേറ്റ് കാണാൻ തയ്യാറല്ല. ഈ അനിൽ ഇമ്മാനുവൽ ആകട്ടെ ഒരുതരം നരിച്ചീറ് പോലുള്ള ഒരു സാധനമാണ്. പുള്ളി അവിടെ ഇരുന്നെങ്ങാണ്ട് തന്നെ ഹൈക്കോടതിയിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കത്തെഴുതി, ജട്ടി എന്നെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു.
സാധാരണ ചില വിലപിടിപ്പുള്ള സാധനങ്ങൾ രത്നം സ്വർണം ഒക്കെ കാണിക്കാതിരിക്കും, പക്ഷേ ജെട്ടി അങ്ങനെ വരുമോ എന്നുള്ളതാണ് പ്രശ്നം. പുള്ളി ജെട്ടിയിൽ നിന്ന് വിട്ടില്ല. എന്തായാലും വിജിലൻസിൽ ചെന്നപ്പോഴത്തേക്ക് ആ വാർത്ത താഴേക്ക് വന്നപ്പോഴത്തേക്ക് മജിസ്ട്രേറ്റ് എല്ലാം റെഡിയായി അതിൻ്റെ വിവരങ്ങളും ബാക്കിയുള്ള സംഗതികളും എല്ലാം കൊടുത്തപ്പോൾ അതിങ്ങനെ അലക്ഷ്യമായും ആസൂത്രിതമായും എവിടെയോ ആ ജെട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അനിൽ ഇമ്മാനുവൽ എന്ത് ചെയ്തു? അതിൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഈ ജെട്ടിക്കഥയെല്ലാം നമ്മുടെ മാമൻ മാപ്പിള സാറിൻ്റെ മനോരമയിൽ പ്രസിദ്ധീകരിക്കാൻ പരമ്പര എഴുതി ഫയൽ ചെയ്ത് കാത്തിരുന്നു. പക്ഷേ അനിൽ ഇമ്മാനുവൽ പിടിച്ചുകൊണ്ടുവന്ന ജെട്ടിക്കൊരു മോചനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അനിൽ ഇമ്മാനുവലിൻ്റെ ജെട്ടി ഊരാൻ ശ്രമം നടന്നു. പുള്ളി ഉള്ള ജെട്ടിയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പഹയം വിട്ടില്ല. ഈ കേസുമായി ഹൈക്കോടതിയിലൊക്കെ നിൽക്കുകയാണ് ഈ പറയുന്ന അനിൽ ഇമ്മാനുവൽ. അങ്ങനെ ആ ജെട്ടിയാണ് ഈ ജെട്ടി. ഞാനിത് ഓർമ്മിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ, കുറേ പഴക്കമാവുമ്പം നമുക്ക് ഉടുപ്പ് ഓർമ്മ കാണും, പാൻറ് ഓർമ്മ കാണും, കണ്ണാടി ഓർമ്മ കാണും, വാച്ച് ഓർമ്മ കാണും, ജെട്ടി ആരും ഓർക്കത്തില്ല. പക്ഷേ ഈ ജെട്ടി ആരും മറന്നു പോരുത്. ഇത് കേരളത്തിലെ ഒരു മന്ത്രിയും MLA ഒക്കെ ആയ ജനപ്രതിനിധിയുടെ കാർമ്മികത്വത്തിൽ ചെറുതാക്കപ്പെട്ട ജെട്ടിയാണ്. ഈ ജെട്ടി സംസ്ഥാന ജെട്ടിയാണ്, ദേശീയ പ്രാധാന്യമുള്ള സംസ്ഥാന ജെട്ടി. ദേശീയ പ്രാധാന്യമല്ല, അന്തർദേശീയ പ്രാധാന്യമുള്ള നൈജീരിയക്കാരൻ ഇട്ടുകൊണ്ട് നടന്ന ജെട്ടിയാണ്. ആ ജെട്ടി ഈ ദിവസം നിങ്ങളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ജെട്ടിക്കുമുണ്ടൊരു കഥ പറയാൻ.